എല്ലാവർക്കും നമസ്കാരം. ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം. അറിയേണ്ടതെല്ലാം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു കുടക്കീഴിൽ. ഇന്ന് നമുക്ക് മൈക്രോഗ്രീൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മഗ്നീഷ്യം, അയേൺ, കോപ്പർ, സിങ്ക്, പൊട്ടാസ്യം എന്നിവ ധാരാളം അടങ്ങിയിട്ടുള്ള ഇവ വിത്തുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രത്യേകതരം വെജിറ്റബിൾസ് ആണ്. പലർക്കും ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കും. കോവിഡ് കാലത്ത് മിക്കവരും ഇത് വീട്ടിലുണ്ടാക്കിയിരുന്നവരുമാണ്. ധാരാളം വൈറ്റമിൻസും ഫൈറ്റോ കെമിക്കൽസും അടങ്ങിയ ഇവ നമുക്ക് വീട്ടിൽ വളർത്താൻ ഒരാഴ്ച സമയം മതി. അതെങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ ചെറുപയറാണ് എടുക്കുന്നത്. വൻപയർ, മുതിര, കടല, ഉലുവ തുടങ്ങി പലതും മൈക്രോഗ്രീൻസ് ഉണ്ടാക്കുന്നതിനായി എടുക്കാം. 4 ടേബിൾ സ്പൂൺ ചെറുപയർ തലേ ദിവസം രാത്രി വെള്ളത്തിൽ ഞാൻ കുതിർത്താൻ വെച്ചു. പിറ്റേ ദിവസം രാവിലെ വെള്ളം ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചു. അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ചെറുപയറിന് മുള വന്നു തുടങ്ങി. ചെറുപയർ കറി വയ്ക്കുന്നവർ ഇങ്ങനെ മുളപ്പിച്ച ശേഷം കറി വെച്ചാൽ ഇരട്ടി പ്രോട്ടീൻ ലഭിക്കും. മൈക്രോഗ്രീൻ ഉണ്ടാക്കാൻ ഇങ്ങനെ മുളപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. 24 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചാലും മതി. ഞാൻ വേഗം മുള വരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഇനി ഏതെങ്കിലും ഒരു പാത്രമോ പ്ലാസ്റ്റിക് ബോക്സോ എന്തു വേണമെങ്കിലും എടുക്കാം. ഇതിലൊരു തുണി വിരിക്കാം. അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ആയാലും മതി. ഞാൻ ഒന്ന് തുണിയിലും ഒന്ന് ടിഷ്യൂവിലും ചെയ്തു. ഇത് ഒന്ന് നനച്ചു കൊടുത്ത ശേഷം ചെറുപയർ ഇതിൽ വിതറാം. മണ്ണിൽ നട്ടു വളർത്തണമെന്നുള്ളവർക്ക് ഇതിൽ മണ്ണ് യൂസ് ചെയ്യാം. ഇലകൾ മുറിച്ചെടുക്കുമ്പോൾ മണ്ണ് പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രം. ദിവസവും 2 നേരം ഇത് നനച്ചു കൊടുക്കണം. 7-ാം ദിവസം നമുക്കിത് മുറിച്ചെടുത്ത് ഉപയോഗിക്കാം. മുറിച്ചെടുക്കുമ്പോൾ തണ്ടോടുകൂടി തന്നെ മുറിക്കാം. 7 ദിവസത്തിൽ കൂടുതലാകുമ്പോൾ ചിലപ്പോൾ ഒരു കയ്പ്പ് അനുഭവപ്പെടും. ഇത് ചെറുതായി മുറിച്ച് നന്നായി കഴുകിയ ശേഷം മറ്റ് ഇലക്കറികൾ വയ്ക്കുന്ന പോലെ കറിയായോ തോരനായോ മറ്റുള്ള കറികളുടെ കൂടെ ചേർത്തോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അധികം മെനക്കെടാതെ തന്നെ പ്രോട്ടീൻ റിച്ചായ ഒരു ഇലക്കറി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം.